ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിലൊക്കെ ചെന്നാൽ കാണുന്ന ആളില്ലാത്ത ഹോട്ടൽ റിസപ്ഷനിൽ എങ്ങനെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ നെറ്റ് എടുത്തിട്ട് ഈ ഹോട്ടലിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ഇതില്ലാത്തതാണെങ്കിൽ റിസപ്ഷനിൽ ആളില്ലാത്തതാണെങ്കിൽ ഇതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ചെക്ക് ഇൻ ചെക്കൗട്ട് നോ റിസപ്ഷൻ എന്ന് പറഞ്ഞ് ഇതേപോലെ നമ്മുടെ കാണുന്ന പോലെ അവിടെ എഴുതിയിരിക്കുന്ന പോലെ വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അവിടെ റിസപ്ഷൻ കാണത്തില്ല. ഇതാണ് നമ്മുടെ റിസപ്ഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനാണ്. ആ മെഷീനിൽ വേണം നമ്മൾ ചെക്ക് ഇന്നും ചെക്കൗട്ടും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ആ പേജ് എടുക്കുമ്പോഴത്തേനും അവിടുത്തെ കുറച്ച് ഫോട്ടോസൊക്കെ ഹോട്ടലിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ വരും. ഇവിടെ നമുക്ക് ഈ കാണുന്നതൊക്കെ അവിടുത്തെ പിന്നെ ഫുഡിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ഉണ്ട്. ഇതാണ് നമ്മൾ ഹോട്ടലിൻ്റെ ബുക്കിങ്ങിലേക്ക് പോകുമ്പോൾ കാണുന്നത്. നമ്മൾ ഒരു ദിവസത്തേന് ഒരു ഡബിൾ റൂമിന് 14,262 രൂപയാണ്. പക്ഷേ അന്നേരം അത് ക്യാൻസലേഷൻ ഇല്ല. അതിൻ്റെ താഴെ കാണുന്ന 15,012 എന്നുള്ള 1000 രൂപയുടെ കൂടുതൽ കൊടുത്താൽ നമുക്ക് ക്യാൻസലേഷൻ ഉണ്ട്. നമുക്ക് 3 ദിവസം മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ക്യാൻസൽ ചെയ്യാം. ഇതാണ് നമ്മുടെ അവിടുത്തെ റിസപ്ഷൻ്റെ മെഷീൻ തന്നെ ഹോട്ടലിൽ. ഞങ്ങൾ പിന്നെ സ്വിറ്റ്സർലൻഡിലെ ലൊക്കാണോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോഴത്തേനും അവിടെയാണ് ഈ താമസിച്ചിരുന്നത്. ഇതുപോലെ റിസപ്ഷനിൽ ആളില്ലാത്ത ഒരു മെഷീനാണ്. നമ്മളിപ്പോൾ കാണിക്കുന്നത് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതാണ്. ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ അന്നേരം എടുത്തില്ല. ആദ്യമേ നമ്മൾ പിന്നെ അവിടെ 4 ലാംഗ്വേജ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യും. ബാക്കിയുള്ള ഇറ്റാലിയൻ, ജർമ്മൻ, ഫ്രഞ്ച് ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കമ്പ്യൂട്ടർ വഴി നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ബുക്കിംഗ് നമ്പറും അത് മറ്റ് ഡീറ്റെയിൽസ് എല്ലാം വരും. അപ്പോൾ അന്നേരപ്പോഴത്തേനും ആ ഡീറ്റെയിൽസ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചാണ് ബുക്ക് ചെയ്യുന്നത്. നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഓട്ടോമാറ്റിക്കായിട്ട് അവർ കട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വേണ്ടെന്നുണ്ടെങ്കിൽ 3 ദിവസം മുമ്പ് ക്യാൻസൽ ചെയ്യാവുന്ന പ്ലാൻ എടുത്തിരുന്നെങ്കിൽ നമ്മളത് ക്യാൻസൽ ചെയ്യാം. ഇതാണ് നമ്മൾ ചെക്കൗട്ടിനുള്ള നമ്മുടെ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മൾ ചെക്കിനെ വേണ്ട ചെക്കിനേലാണ് നമ്മൾ പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞെക്കേണ്ടിയിരുന്നത്. നമുക്കിത് ഇൻട്രാക്റ്റീവ് ആണ് ഇതിൻ്റെ സ്ക്രീന്. നമുക്കിവിടെ ചെക്കൗട്ട് ചെയ്യുമ്പോഴത്തേനും ആദ്യമേ നമ്മൾ നമ്പർ കൊടുക്കുക. നമ്പർ കൊടുത്തു കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് അതിൻ്റെ റേറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ അതിനനുസരിച്ച് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർ കൊടുക്കാം. ഞങ്ങൾ 3 സ്റ്റാറാണ് കൊടുത്തത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ ടിക്ക് ചെയ്ത് നമുക്കിനി പോകാൻ കഴിഞ്ഞു. പക്ഷേ നിങ്ങളങ്ങനെ ഇപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യരുത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോഴാണ് ഏറ്റവും ഇവിടെ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്. എന്നാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അകത്തേക്കൊന്നും ഇതാണ് മെഷീന്. മുകളിൽ കാണുന്നത് നമ്മുടെ സ്കാനറാണ്. നമ്മുടെ ID കാർഡ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോഴത്തേനും ID കാർഡ് അവിടെ കമത്തി വെച്ചെടുക്കണം. നമ്മുടെ പിന്നെ ഇതാണ് നമ്മളവിടെ പിന്നെ ഇതിൻ്റെ ഓപ്പറേഷനുള്ള ഈ ID കാർഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ള ഇപ്പം നമ്മൾ പേയ്മെൻ്റ് ആണെങ്കിൽ നമ്മളിവിടെ വന്നിട്ടുള്ള പേയ്മെൻ്റ് ആണെങ്കിൽ ആ താഴത്തെ സ്ലോട്ടിലാണ് നമ്മളത് വെച്ച് കൊടുക്കേണ്ടത്. പേയ്മെൻറ്റ് കാർഡിൻ്റെ സ്ലോട്ട് അങ്ങനെ പല ഇതാണ് അവിടെ ഉള്ളത്. നമ്മൾ ഇവിടുത്തെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തു. ചെക്കിനിൽ ഞെക്കി അപ്പോൾ പറയുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ ID കാർഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആൾ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഡോക്യുമെൻ്റ് അവിടെ സ്കാൻ ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണം. അത് വെച്ചു. അതെല്ലാം കഴിയുമ്പോഴത്തേനും പിന്നെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവസാനമായിട്ട് നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ കിട്ടുന്നത് നമുക്ക് അവിടുത്തെ QR കോഡാണ്. QR കോഡ് നമുക്ക് പ്രിൻ്റ് ചെയ്തൊരു സ്ലിപ്പും കിട്ടും. അതുപോലെ തന്നെ QR കോഡ് നമ്മുടെ മൊബൈലിലേക്കൂടെ അവർ അയച്ചു തരും. അപ്പോൾ 2 എണ്ണമാണ് ഒരേ സമയത്ത് നമ്മൾ ഈ റിസപ്ഷൻ മെഷീനിൽ ഇത് ചെക്ക് ഇൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇവിടുന്ന് അകത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ഹോട്ടൽസിലൊന്നും നമുക്ക് അവിടെ പിന്നെ നമുക്ക് ചുമ്മാ അങ്ങോട്ട് കഥ തുറന്ന് കിടക്കുമല്ല. നമുക്ക് ചുമ്മാ കയറി പോകാൻ പറ്റിയല്ല. എല്ലാ ഡോർസിനും നമ്മുടെ റൂമിൻ്റെ ഡോറിനും അതുപോലെ തന്നെ കോമൺ ഡോറുകൾക്കും പിന്നെ നമുക്ക് ഈ പിന്നെ സ്കാനറുണ്ട്. നമ്മുടെ ഈ QR കോഡ് സ്കാനറുണ്ട്. അപ്പോൾ ഒന്നില്ലേ നമ്മുടെ ആ പ്രിൻ്റ് ഔട്ട് ആ സ്കാനറിൽ കാണിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ എടുത്തിട്ട് നമ്മളെ മൊബൈലിലെ QR കോഡ് ആ സ്കാനറിൽ കാണിക്കുകയോ ചെയ്താലേ ഉള്ളൂ ഈവൻ ലിഫ്റ്റ് പോലും നമുക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ മുകളിലോട്ട് പോകണമെങ്കിൽ മറ്റ് പിന്നെ സ്റ്റെപ്സ് വഴി പോകണമെങ്കിൽ സ്റ്റെപ്സിൻ്റെ അങ്ങോട്ടുള്ള പിന്നെ ഡോറിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സ്കാനറുണ്ട്. ആ സ്കാനർ നമ്മൾ അവിടെ ആ QR കോഡ് കാണിച്ചാൽ മാത്രമേ നമുക്ക് അത് തുറന്നു തരുള്ളൂ, നമുക്ക് അതിൽ കയറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഓരോ റൂമിലും നമുക്ക് അവിടെ കിട്ടുന്ന സ്ലിപ്പിൽ അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ റൂംസ് ആണെന്നുള്ളത് നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ മെയിലിനും കിട്ടും. അപ്പോൾ നമ്മളത് ആ റൂമിൻ്റെ അവിടെ ചെന്നിട്ട് നമ്മൾ ലിഫ്റ്റ് കയറിയത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ഫ്ലോറിൽ നമ്മളെ ഇറക്കും. നമ്മൾ അവിടുന്ന് നമ്മുടെ പിന്നെ റൂം നമ്പർ നോക്കി പോവുക. റൂം നമ്പർ തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രിൻ്റ് ഔട്ട് QR കോഡ് പിന്നെ സ്കാനർ ഡോറയിലുള്ള QR കോഡ് സ്കാനറിൽ ഇത് കാണിച്ചാൽ തുറക്കത്തുള്ളൂ. അങ്ങനെ നമുക്കകത്ത് കയറാൻ പറ്റുള്ളൂ.
നമുക്ക് അല്ലാതെ ഇവിടെ നമുക്ക് മറ്റേ സാധാരണ പോലെ കീയോ അല്ലെങ്കിൽ ആ കീ കൊണ്ട് തുറന്നിട്ട് അകത്തേക്ക് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈറ്റ് തെളിവ് ചെയ്യുന്ന ആ സംവിധാനങ്ങൾ കീ ഒന്നും ഇല്ല. എല്ലാം നമ്മുടെ ഈ ഒന്നിലെ ഈ ഒരു പ്രിൻ്റ് QR കോഡ് ഒരു ചെറിയ പ്രിൻ്റ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ മൊബൈലിലേക്ക് ആ QR കോഡ് വരും. ആ QR കോഡ് അവിടെ അതിലേക്ക് കാണിക്കുക. നമ്മൾ അങ്ങനെയാണ് അത് തുറക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ വളരെ ഒരു വ്യത്യസ്തമാണ് ഇതിൻ്റെ മറ്റുള്ള. നമുക്ക് അതുപോലെ തന്നെ നമ്മളിത് കഴിഞ്ഞ് പോകുമ്പോഴത്തേനും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ നമ്മുടെ ലഗേജ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഈ റിസപ്ഷൻ പറഞ്ഞാൽ അവരൊരു റൂമിൽ ലോക്ക് ചെയ്ത് വെക്കും. നമ്മൾ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് എടുത്തുകൊണ്ട് പോയാൽ മതി. അപ്പം നമുക്ക് രാവിലെ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഏറ്റവും പിന്നെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള യാത്രയാണ് നമ്മൾ പിന്നെ ചെയ്തത്, പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റിൽ എടുത്താണെങ്കിൽ അത്ര നമുക്ക് കോസ്റ്റ് കുറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പിന്നെ നമ്മളൊരു റൂം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു, നമുക്ക് പിന്നെ പ്രൈവറ്റ് ബാത്റൂംസ് വേണം. അതേസമയം കുറച്ചുകൂടെ റെൻറ്റ് കുറയും. ഷെയർഡ് ബാത്റൂംസ് ആണെങ്കിൽ നമ്മുടെ റൂം റെൻറ്റ് കുറയും. ഇപ്പോൾ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ആയിരിക്കുകയല്ല. അപ്പോൾ നമുക്ക് അതിന് മറ്റുള്ള റൂംകാരുമായിട്ട് ഷെയറിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് വേണ്ട സമയത്ത് അവിടെ പോകാൻ പറ്റുന്നിരിക്കുകയല്ല. മറ്റുള്ളവർ ഒപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് രാവിലെ അത്യാവശ്യമായിട്ട് ഒരു പ്ലാൻ ചെയ്ത് നമ്മളൊരു യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതൊന്നും നമുക്ക് നടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും താമസിച്ച എല്ലായിടത്തും ഞങ്ങൾ പ്രൈവറ്റ് ബാത്റൂംസ് ഉള്ളത് മസ്റ്റായിരുന്നു. പിന്നെ നമുക്ക് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള അത് രണ്ടും ഉള്ള പിന്നെ പ്ലാൻസാണ് ഉള്ള ഹോട്ടൽസാണ് നമ്മൾ പ്രിഫർ ചെയ്തത്. പിന്നെ നമ്മൾ നോക്കിയത് നമ്മുടെ കൂടുതൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഈ സ്വിറ്റ്സർലൻഡിൽ നമ്മൾ എടുത്തിരുന്നത് നമ്മുടെ 15 ദിവസത്തെ സ്വിസ് പാസ് ആയിരുന്നു. അപ്പോൾ അന്നേരം നമുക്ക് ഈ ബസ്സിനോ അല്ലെങ്കിൽ ട്രെയിനോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന അതിനോട് അടുപ്പിച്ചായിട്ടുള്ള ഹോട്ടൽസൊക്കെ ആണെങ്കിൽ നമുക്ക് ടാക്സി ഫെയർ കൊടുക്കണ്ട. എന്നാൽ ഒത്തിരി തൊട്ട് അതുപോലെ തന്നെ ടൗണിൻ്റെ നടുക്ക് ഹൃദയഭാഗത്തൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര റെൻ്റായിരിക്കും. എന്നാൽ അത്രയും ഒത്തിരി ദൂരെ അല്ലാതെ അധികം പിന്നെ റെൻ്റില്ലാത്ത എന്നാൽ നമ്മുടെ ഫെസിലിറ്റിയൊക്കെ ഈ പറഞ്ഞ വേണ്ട അങ്ങനെയുള്ള റൂംസ് നോക്കിയാണ് ഞങ്ങൾ എടുത്തത്. ഇവിടുത്തെ സ്റ്റേ നല്ല ഇതായിരുന്നു, നല്ല സുഖപ്രദമായിരുന്നു. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും റൂമിന് റിസപ്ഷനില്ല, അതുപോലെ തന്നെ വോയിസ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് റൂമിൽ ഇതെല്ലാം ഫില്ല് ചെയ്യാനും പിന്നെ തീരുന്നതനുസരിച്ച് വയ്ക്കാനും അതിനെല്ലാം നമുക്ക് ആൾക്കാരുണ്ട്. അവിടെ അതിനൊന്നും ഒരു കുറവുമില്ല. അതാണ് നമ്മളവിടെ കണ്ടത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ റൂമിന് വെളിയിൽ ഇറങ്ങിയാലും ഡോർ അടഞ്ഞു പോയാലൊന്നുമില്ല. നമ്മുടെ മൊബൈലിൽ QR കോഡ് വെച്ച് കയറാം. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ആ പ്രിൻ്റ് നമ്മുടെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അതൊരു കീക്ക് ഈക്വലൻ്റ് ആണ്. അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. അതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, QR കോഡ് കാണിച്ച് ചെയ്യാം. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് QR കോഡ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ മൊബൈലുണ്ടെങ്കിൽ നമുക്ക് ആ റിസപ്ഷനിൽ വന്നിട്ട് നമുക്ക് അതിൻ്റെ അവിടെ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്കിതൊന്നും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നല്ല റൂംസും ഫെസിലിറ്റിയൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഈ യാത്രയിൽ ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ കൂറിൽ പോയപ്പോഴത്തേനും അവിടെയും ബുക്ക് ചെയ്ത് അവിടെയും താമസിക്കുന്ന റൂമിൽ അവിടെ ഇതുപോലെ ഡിജിറ്റലല്ല, കമ്പ്യൂട്ടറല്ല. അവിടെ ഈ ഓരോ പിന്നെ റൂമിൻ്റെയും ഇങ്ങനെ കുറേ ഒരു കോമൺ ആയിട്ട് അനലോഗ് ആയിട്ടുള്ള ലോക്കേഴ്സ് പോലെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ചെറിയൊരു കീ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉള്ള ഒരു ലോക്കറാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് നമ്പർ ലോക്ക് ആയിരിക്കും. അപ്പോൾ ആ ലോക്കേഴ്സ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ വരുമ്പോഴത്തേനും അതിനകത്ത് നമ്മുടെ റൂം നമ്പറിൻ്റെ അതിനകത്ത് നമ്മുടെ കീ കാണും. അപ്പോൾ നമുക്ക് ഈ തരുന്ന റിസർവ് ചെയ്യുമ്പോഴത്തേനും തരുന്ന ഒരു ഇതിനകത്ത് നമ്മുടെ ആ റൂമിൻ്റെ അത് കീ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തുറക്കാനുള്ള ഒരു നമ്പർ നമ്മുടെ ആ സീക്രട്ട് നമ്പർ നമുക്ക് അവർ അയച്ചു തന്നിരിക്കും. അപ്പോൾ നമ്മുടെ ആ പിന്നെ മൊബൈലിൻ്റെ അത് നോക്കിയിട്ട് നമ്മുടെ ആ റിസർവേഷൻ്റെ ഇത് നോക്കിയിട്ട് നമ്മളത് മാനുവലായിട്ട് തിരിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ഇപ്പം ഇവിടെ ചെയ്തത്. പക്ഷെ മറ്റിടത്ത് അങ്ങനെയല്ല. അവിടെ ആ ഓരോ റൂം നമ്പറിനും എഗൻസ്റ്റായിട്ട് നമുക്കൊരു ചെറിയ ഈ കീ വയ്ക്കാൻ പാകത്തിനുള്ള ചെറിയൊരു ലോക്കർ പോലെയുണ്ട് നമ്മൾ കയറി ചെല്ലുന്ന എൻട്രൻസിൻ്റെ അവിടെ. അപ്പോൾ നമുക്ക് ഏതാണോ അലോട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ റൂം നമ്പർ, ആ റൂം നമ്പറിൻ്റെ ഓരോ റൂം നമ്പറിലും അത് തുറക്കാനുള്ള അതിൻ്റെ ഒരു ചെറിയ കള്ളി തുറക്കാനുള്ള നമുക്ക് പിന്നെ അനലോഗ് ലോക്കുണ്ട്. അപ്പോൾ ആ നമ്പർ ലോക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ലോക്ക് അഴിക്കാനുള്ള നമ്പർ അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് തുറക്കും. നമുക്ക് അതിനകത്ത് നിന്ന് കീ എടുക്കുക, നമ്മൾ റൂമിൽ പോവുക, തുറക്കുക, യൂസ് ചെയ്യുക. അതാണ് ഞങ്ങൾ കൂറിൽ
താമസിച്ചപ്പം അവിടുത്തെ റൂമിൻ്റെ സിറ്റുവേഷൻ അതായിരുന്നു. അത് അനലോഗ് ലോക്കായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേനും ഇത് പിന്നെ ഈ റൂംസാണ്. അപ്പോൾ അന്നേരപ്പോഴത്തേനും ഇവിടെ മൊത്തം ഇലക്ട്രോണിക് മീഡിയയാണ്. നമുക്ക് എല്ലാം നമുക്ക് ഈ നമ്മുടെ മൊബൈലിൽ വന്നിരിക്കുന്ന ഡീറ്റെയിൽസിനകത്തുനിന്ന് അത് വെച്ച് നമ്മൾ പിന്നെ ചെക്ക് ഇൻ ചെയ്യുക, നമ്മുടെ ഡീറ്റെയിൽസ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ സ്കാൻ ചെയ്യാം, പ്രിൻ്റ് വരാനുള്ളതുണ്ട്. ഈ മെഷീനിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. വൈഫൈ കാർഡ് വൈഫൈ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കാർഡ് ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ അതിനുള്ള സ്ലോട്ടുണ്ട്. കാർഡിൻ്റെ പാസ്വേഡ് അടിക്കാനുള്ള ഒരു കീപാഡ് ഉണ്ട് താഴെ. ഇതൊന്നും അല്ലാതെ ഏറ്റവും മുകളിൽ നമ്മുടെ ഇൻറ്ററാക്റ്റീവ് സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ നമ്മൾ ചെക്കിനും ചെക്കൗട്ടൊക്കെ നമ്മളതിൽ ടച്ച് സ്ക്രീനാണ്, ടച്ച് ചെയ്താൽ മതി. വളരെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റംസാണ് നമ്മൾ ഈ സ്വിറ്റ്സർലൻഡിലെ ഈ റൂമിലും നമ്മുടെ ബുക്കിങ്ങിലും ഒക്കെ കണ്ടത്. എന്നാന്ന് വെച്ചാൽ സ്വിറ്റ്സർലൻഡിൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒരു പിന്നെ ആളിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ ഒരു 3-4 ഇരട്ടി വരുന്നുണ്ട്. അവിടെ ഒരു ഈ മാനുവൽ ഇൻ്റർവെൻഷൻ കുറയ്ക്കാനായിരിക്കും അവർ നോക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും അവർക്ക് ആ ഒരു കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ബെനീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഒന്ന് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനലിലൊരു വളർച്ചയും കൂടെ കിട്ടാൻ സഹായിക്കുക. ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.